കൊച്ചി മരടിൽ തീരദേശ ലംഘനം നടത്തിയ ഫ്ളാറ്റുകൾക്ക് പിഴ ഈടാക്കിയാൽ മതിയായിരുന്നുവെന്ന് സുപ്രീം കോടതി. ഫ്ളാറ്റ് ഉടമകളുടെ നഷ്ടപരിഹാരം ഉൾപ്പെടെ പരിഗണിക്കുന്ന പുതിയ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുന്നുണ്ട്. സിബി, അന്ന് ഈ ജസ്റ്റിസ് അരുൺ മിശ്ര അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയേ മതിയാകൂ എന്നുള്ളൊരു നിർണായക തീരുമാനം എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നുണ്ട് അത് പിഴ ഈടാക്കിയാൽ മതിയായിരുന്നുവെന്ന്. വർഷം 2020 ജനുവരി 11, 12 തീയതികളിലായിരുന്നു കൊച്ചി മരടിലെ 4 ഫ്ളാറ്റുകൾ അന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം പൊളിച്ചു നീക്കിയത്. ഈ 4 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചു നീക്കിയ കേസിൽ ഇപ്പോഴും നഷ്ടപരിഹാരം സംബന്ധിച്ച വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയാണ്. ആ സുപ്രീം കോടതിയുടെ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പരിഗണിക്കുന്ന പുതിയ ബെഞ്ചാണ് ജസ്റ്റിസ് BR ഗവായിയുടെ ബെഞ്ച്. ഇന്ന് ആ ഒരു കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു ഒരു സുപ്രധാനമായ ഒരു നിരീക്ഷണം ജസ്റ്റിസ് BR ഗവായിയുടെ ബെഞ്ചിൽ നിന്നുണ്ടായത്. അതായത് ഈ തീരദേശ പരിപാലന നിയമം ലംഘിച്ച് നിർമ്മിച്ചു എന്ന് കണ്ടെത്തിയ ഫ്ളാറ്റുകൾക്ക് കനത്ത പിഴ ഈടാക്കി തീർപ്പാക്കേണ്ടതായിരുന്നു അഭിപ്രായമാണ് BR ഗവായി ഇന്ന് പറഞ്ഞത്. മാത്രമല്ല ഇതിൽ 2020 അന്ന് 4 ഫ്ളാറ്റുകൾ പൊളിച്ചപ്പോൾ അതിനൊപ്പം പൊളിച്ചു നീക്കിയ ഗോൾഡൻ കായലോരത്തിന്റെ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഈ ജസ്റ്റിസ് BR ഗവായിയുടെ വാക്കാലുള്ള പരാമർശം. തീരദേശ പരിപാലന നിയമം ലംഘിച്ചതിനല്ല, അങ്ങനെ അത്തരത്തിൽ ലംഘിച്ചതിന് നോട്ടീസ് ലഭിച്ചില്ലെന്നും ഈ കാര്യം കണക്കിലെടുക്കാതെയാണ് ഈ ഫ്ളാറ്റ് പൊളിക്കാൻ ഉത്തരവിട്ടതെന്ന് ഗോൾഡൻ കായലോരത്തിന് വേണ്ടി ഹാജരായ MP രാജ്യസഭാംഗം കൂടിയ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഇന്നിപ്പോൾ കോടതിയിൽ വാദിക്കുകയും ചെയ്തു. അങ്ങനെ ഈ വാദത്തിനിടയിലായിരുന്നു ഇങ്ങനൊരു അഭിപ്രായം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രത്യേകിച്ച് നമുക്കറിയാം, അന്ന് 2020 ജനുവരിയിൽ അന്ന് ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ബെഞ്ചാണ് ഇത്തരത്തിൽ ഈ ഒരു ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയേ മതിയാകൂ എന്നൊരു ഉറച്ച നിലപാടിൽ നിന്നത്. അന്നും ഇത്തരത്തിൽ ഈ ഫ്ളാറ്റുകൾ നിലനിർത്തിക്കൊണ്ട് കനത്ത പിഴ ഈടാക്കിയാൽ മതിയെന്ന വാദം സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് അത് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ഹോളി ഫെയ്ത്ത് H2O, ഗോൾഡൻ കായലോരം, ജെയിൻ കോറൽ കോവ്, ആൽഫ സെറിൻ എന്നിങ്ങനെ 4 വൻകിട ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കാൻ വേണ്ടി ഉത്തരവിടുകയായിരുന്നു. ഇത് തുടർന്നാണ് പിന്നീട് ജനുവരി 11, 12 തീയതികളിൽ ഈ ഫ്ളാറ്റ് പൊളിച്ചു നീക്കുകയും ചെയ്തത്. എന്തായാലും ഇന്നിപ്പോൾ അതിൽ നഷ്ടപരിഹാരം സംബന്ധിച്ച് പുതിയൊരു ബെഞ്ച് ഈ കേസ് പരിഗണിച്ചപ്പോഴാണ് അന്ന് ആ ഫ്ളാറ്റുകൾ പൊളിക്കേണ്ടിയിരുന്നില്ല, അതായത് ഇതിൽ പിഴ ഈടാക്കി തീർപ്പാക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും അത് മനുഷ്യത്വപരമായ ഒരു സമീപനം കൂടിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തൊരു അഭിപ്രായം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 2021 ഇരുവിൽ പൊളിച്ച ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച ഹർജികൾ ഇപ്പോഴും സുപ്രീം കോടതിയിലെ പരിഗണനയാണ്. ഇനിയിപ്പോൾ ഈ വിഷയങ്ങളിൽ മറുപടി നൽകാൻ വേണ്ടി കേന്ദ്ര സർക്കാർ 4 ആഴ്ച സാവകാശം ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ കേസ് വീണ്ടും പരിഗണിക്കുക. വർഷ, സിബി, നിയമലംഘനത്തിലുള്ള പിഴ ഈടാക്കി ഫ്ളാറ്റുകൾ സംരക്ഷിക്കണമെന്ന വാദം അന്നും സുപ്രീം കോടതിയിൽ ഉയർന്നിരുന്നു. എന്നാൽ അന്ന് ഇത് പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ഈ പുതിയ ബെഞ്ചാണ് അത് പരിഗണിച്ചിരിക്കുന്നത്, അല്ലേ? അന്ന് ഈ തീരദേശ നിയമ ലംഘനം സംബന്ധിച്ച് അന്ന് 2020 പരിഗണിച്ചത് ജസ്റ്റിസ് അരുൺ മിശ്രയുടെ അധ്യക്ഷനായ ബെഞ്ചാണ്. ആ ബെഞ്ചാണ് അന്ന് ഫ്ളാറ്റുകൾ പൊളിക്കണമെന്ന നിലപാടിൽ ഉറച്ച് നിന്നത്. ഇന്നിപ്പോൾ അതില് ഈ ഫ്ളാറ്റ് പൊളിച്ചു നീക്കിയ കേസിലെ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഗണിക്കുന്ന പുതിയ ബെഞ്ചാണ് ജസ്റ്റിസ് BR ഗവായിയുടെ ബെഞ്ച്. ആ ഒരു ബെഞ്ചിലാണ് ഈ ഒരു കേസ് ഇത് വീണ്ടും പരിഗണിച്ചപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയത്. മാത്രമല്ല, ഇതിൽ ഈ ഒരു ഫ്ളാറ്റ്, അതായത് ഗോൾഡൻ കായലോരത്തിന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP ആണ്. അദ്ദേഹം ഈ ഒരു കേസിൽ വാദിക്കുമ്പോൾ ഈ തീരദേശ പരിപാലന വിഷയത്തിൽ പാർലമെന്റിൽ ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചുകൂടെ എന്നുകൂടി രാജ്യസഭാംഗമായ ഹാരിസ് ബീരാനോട് ബെഞ്ചിലെ മറ്റൊരു ജഡ്ജിയായ KV വിശ്വനാഥൻ ആരായുകയും ചെയ്തു. അങ്ങനെ ഒരു പാർലമെന്റ് ബില്ല് അംഗീകരിച്ചാൽ പൊളിച്ച ഫ്ളാറ്റുകൾ പണിത് നൽകേണ്ട ഉത്തരവാദിത്വം സുപ്രീം കോടതിക്ക് ആകില്ല എന്ന് BR ഗവായി നർമ്മ കലർന്ന ഭാഷയിൽ അദ്ദേഹം പിന്നീട് വാക്കാൽ പരാമർശിക്കുകയും ചെയ്തു. എന്തായാലും ഈ ഫ്ളാറ്റുകൾ പൊളിച്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭിന്ന അഭിപ്രായം തന്നെയാണ് ഇന്നിപ്പോൾ BR ഗവായിയുടെ ഭാഗത്തുണ്ടായതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നിപ്പോൾ ഈ നഷ്ടപരിഹാരം സംബന്ധിച്ച് വിഷയങ്ങൾ പരിഗണിക്കുന്ന പുതിയ ബെഞ്ചാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം ഈ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ 4 ഫ്ളാറ്റുകൾ പൊളിക്കുന്ന 2020 ജനുവരിയിൽ പൊളിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഒരു ആയുസ് കൊണ്ട് മുഴുവൻ പണിത് തീർത്ത അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് സിബി, തീരദേശ ലംഘനം നടത്തിയ ഫ്ളാറ്റുകൾ അന്ന് പൊളിച്ചു നീക്കേണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പുതിയ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. പിഴ ഈടാക്കിയാൽ മതിയായിരുന്നു എന്നുള്ള നിർണായക ഒരു തീരുമാനവുമായിരുന്നു ഇപ്പോൾ സുപ്രീം കോടതിയുടെ പുതിയ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളാണ് സിബി ജോസഫ് നൽകിയത്.